ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ചതുർദശോധ്യായഃ. 14-ാമത്തെ അധ്യായത്തിൽ ഭവാരണ്യ വിശദീകരണം. സഹോവാച, രാജാവ് അപേക്ഷിച്ചതനുസരിച്ച് ശുകബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞു. യേഷ ദേഹാത്മമാനിന സത്വാദിഗുണവിശേഷ വികൽപ്പിത കുശല അകുശല സമവഹാര വിനിർമ്മിത വിവിധ ദേഹാവലിഭിഃ വിയോഗ സംയോഗാദി അനാദി സംസാര അനുഭവസ്യ ദ്വാരഭൂതേന ഷഡിന്ദ്രിയവർഗേണ തസ്മിൻ ദുർഗ അധ്വവത് അസുഗമേ അധ്വനി ആപതിതഃ ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോഃ വശവർത്തിന്യാ മായയാ ജീവലോകഃ അയം യഥാ വണിക്സാർത്ഥഃ അർത്ഥപരഃ സ്വദേഹ നിഷ്പാദിത കർമാനുഭവഃ ശ്മശാനവത് അശിവതമായാം സംസാര അടവ്യാം ഗതോ ന അദ്യാപി വിഫല ബഹുപ്രതിയോഗ ഈഹഃ തത് താപ ഉപശമനീം ഹരി ഗുരുചരണാരവിന്ദ മധുകര അനുപദവീം അവരുന്ധേ യസ്യാം ഉഹവാ ഏതേ ഷഡിന്ദ്രിയ നാമാനഃ കർമ്മണാ ദസ്യവഃ ഏവ തേ. ദേഹ ആത്മമാനിന, ഈ ദേഹമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന അജ്ഞന്മാർക്ക് സത്വാദി ഗുണവിശേഷ വികൽപ്പിതം, സത്വരജസ്തമോ ഗുണവിശേഷങ്ങളാൽ തരംതിരിക്കപ്പെട്ട് കുശല അകുശല സമവഹാരം പുണ്യപാപ സമ്മിശ്ര കർമ്മങ്ങളാൽ വിരചിതമായ വിനിർമ്മിതം വിവിധ ദേഹാവലിഭിഃ നാനാദേഹ സമൂഹങ്ങളോടുകൂടി. നമുക്ക് ജന്മം ലഭിക്കാൻ കാരണം കർമ്മമാണ്, കർമ്മമുണ്ടാവാൻ കാരണം ജന്മമാണ്. ഇത് രണ്ടിനെയും ഒടുക്കാനായിട്ടാണ് നമ്മൾ ഭഗവാനിൽ ശരണാഗതി അടയേണ്ടത്. അപ്പോൾ പുണ്യപാപ സമ്മിശ്രമായ കർമ്മങ്ങളാലാണ് നമുക്ക് ഓരോ ദേഹം ലഭിക്കുന്നത്. ഈ ദേഹത്തോട് വിയോഗം സംഭവിക്കുന്നതാണ് മരണം. ഈ ദേഹത്തോട് ജീവന് സംയോഗം സംഭവിക്കുന്നതാണ് ജനനം. ഇങ്ങനെ വിയോഗ സംയോഗാദി അനാദി സംസാര അനുഭവസ്യ, എത്രയോ കാലമായിട്ട് ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ വന്നും പൊയ്ക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ ഒരു വരവിന് ദ്വാരഭൂതേന മാർഗമായി ഭവിച്ചിട്ടുള്ള ഷഡിന്ദ്രിയവർഗേണ 6 ഇന്ദ്രിയങ്ങൾ നിമിത്തം ഈശ്വരസ്യ ഭഗവതഃ വിഷ്ണോഃ, സകല നിയന്താവായ ആ ഭഗവാൻ വിഷ്ണുവിൻ്റെ വശവർത്തിന്യാം അധീനതയിലുള്ള മായയാ, മായാശക്തിയാൽ നമ്മൾ ഈ സംസാരത്തിൽ അകപ്പെടുന്നത് ഭഗവാന്റെ അധീനതയിലുള്ള മായാശക്തിയാലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും അതേ ഭഗവാനെ ആശ്രയിക്കാൻ പറയുന്നത്. അങ്ങനെയുള്ള മായാശക്തിയാൽ ദുർഗ അധ്വവത്, കടക്കാൻ പ്രയാസമുള്ള മാർഗം പോലെ അസുഗമേ, സുഖസഞ്ചാര ഉചിതമല്ലാത്ത തസ്മിൻ അധ്വനി, ആ സംസാരപഥത്തിൽ ആപതിതഃ വന്ന് വീണിരിക്കുന്നു. യേഷഃ അയം ജീവലോകഃ, ഇങ്ങനെ ഈ കാണുന്ന ജീവരാശി മുഴുവനും അർത്ഥപരഃ, ധനക്കൊതിയുള്ള വണിക്സാർത്ഥഃ യഥാ, വ്യാപാരി സംഘം ഏതുപോലെയാണോ അതുപോലെ സ്വദേഹ നിഷ്പാദിത കർമാനുഭവഃ, സ്വന്തം ശരീരം കൊണ്ട് കർമ്മം ചെയ്തിട്ടാണ് ഈ കർമ്മഫലത്തെ സമ്പാദിച്ചത്. എന്തുകൊണ്ടാണ് വണിക് സംഘങ്ങളോട് ഉപമിച്ചത്? ഈ വണിക് സംഘങ്ങൾ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ ലോകത്ത് വന്ന് നമ്മുടെ അധ്വാനം കർമ്മമാണ്.
ആ കർമ്മത്തിനനുസരിച്ച്, അതും എങ്ങനെ, ഞാൻ ചെയ്യുന്നു എന്ന ഈ ചിന്തയാലാണ് കർമ്മത്താൽ കെട്ടിയിടപ്പെടുന്നത്. ഇങ്ങനെ കർമ്മഫലത്തെ നമ്മൾ ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം ശരീരത്താൽ സമ്പാദിതമായ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് ശ്മശാനവത്, ചുടുകാടുപോലെ അശിവം, അശുദ്ധമായിട്ടുള്ള, അശിവതമായാം, അത്യശുദ്ധമായ സംസാര അടവ്യാം, സംസാരമാകുന്ന ഈ കൊടുങ്കാട്ടിൽ ഗതഃ വന്നു ചേർന്ന് വിഫല ബഹു പ്രതിയോഗ ഈഹ, വിഫലമാകുന്ന, നിഷ്ഫലങ്ങളാകുന്ന, അതുപോലെ ബഹുപ്രതിയോഗം, ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ടും ഈഹ, അതിൽ തന്നെ ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പലതും സഫലമാകാറില്ല. പല കർമ്മങ്ങൾക്കും പല രീതിയിലുള്ള തടസ്സങ്ങൾ വരാറുണ്ട്. എന്നാലും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി വരുത്താൻ സഹായിക്കുന്ന തത് താപ ഉപശമനീം, ഈ താപത്തിന് ശമനം വരുത്തുന്ന ഹരി ഗുരുചരണം, ഹരിയാകുന്ന ആ പരമഗുരുവിൻ്റെ അരവിന്ദം, തൃപ്പാദമാകുന്ന അരവിന്ദം, താമര പോലെയുള്ള ആ ചരണത്തിൽ തേൻ കുടിക്കാൻ വരുന്ന മധുകര അനുപദവി, ഭാഗവത പരമഹംസന്മാരുടെ, വണ്ടുകളാകുന്ന ഭാഗവത പരമഹംസന്മാരുടെ മാർഗത്തെ അധ്യാപിന അവരുന്ധേ, ഇപ്പോഴും പലരും ആശ്രയിക്കുന്നില്ല. അവർക്കിപ്പോഴും വേണ്ടത് ഈ കാട്ടിൽ എങ്ങനെ സുഖമായി ജീവിക്കാം എന്നാണ് എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, ഈ കാട്ടിൽ തന്നെ എങ്ങനെ സുഖമായി ജീവിക്കാം എന്നതിന് വേണ്ടിയിട്ട് മക്കളുടെ കല്യാണം കഴിയുന്നില്ല, ജോലി കിട്ടുന്നില്ല, മക്കൾക്ക് കുട്ടികളാകുന്നില്ല, ഇനി അവരവന് കുട്ടികളാകുന്നില്ല, ഇങ്ങനെ ഈ കാട്ടിൽ ഇങ്ങനെ എങ്ങനെ സുഖമായിട്ടിരിക്കാം എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത്ര പോലും ഈ കാട്ടിൽ നിന്നെന്നെ നല്ല രീതിയിൽ സുഗമമായ വഴിയിൽ കൂടെ എന്നെ നല്ലൊരു വഴിയിലേക്ക്, ഭഗവാന്റെ ചരണാരവിന്ദമാകുന്ന ആ വഴിയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആർക്കും തോന്നുന്നില്ല. യസ്യാം ഉഹവൈ, ഈ ഒരു സംസാര കൊടുങ്കാട്ടിൽ ഏതേ ഷഡിന്ദ്രിയ നാമാനഹ, ഷഡ് ഇന്ദ്രിയങ്ങൾ, 6 ഇന്ദ്രിയങ്ങൾ എന്ന് പേരോടുകൂടിയുള്ളവ, കർമ്മണ, പ്രവൃത്തി കൊണ്ട് നോക്കിയാൽ തേ ദസ്യവഹ ഏവ, കള്ളന്മാർ തന്നെയാകുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മായയ്ക്ക് വിധേയമായി ശരീരമെടുത്ത് ദേഹാഭിമാനത്തോട് കഴിയുന്ന എല്ലാ ജീവജാലങ്ങളുമാണ് ഈ സാർത്ഥവാഹക സംഘം, അതായത് ആ വണിക് സംഘം. കാരണം എങ്ങനെയാണോ വ്യാപാരികൾ ഓരോരോ പ്രവൃത്തി ചെയ്ത് വ്യാപാരം ചെയ്ത് ധനം സമ്പാദിക്കുന്നത്, ഇതുപോലെ ഓരോ മനുഷ്യനും ഇവിടെ പുണ്യവും പാപവുമാകുന്ന കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലത്തെ സമ്പാദിക്കുന്നു. ഈ കർമ്മഫലം ഉണ്ടാകാൻ കാരണം നമ്മുടെ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം. അങ്ങനെ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി ധനം സമ്പാദിക്കുന്നു. പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയിട്ട് കൂടുതൽ പണമുണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് കൊടുങ്കാട്ടിലൂടെ ആയാലും ആ വണിക് സംഘങ്ങൾ യാത്ര ചെയ്യുന്നത്. അതായത് ഓരോ ജന്മം എടുത്തിട്ടും നമുക്ക് സുഖദുഃഖ സമ്മിശ്രമായ ഒരുപാട് കർമ്മങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ മരണത്തോടെ അതെല്ലാം മറന്നു പോകുന്ന മനുഷ്യൻ വീണ്ടും ഇവിടെ തന്നെ വന്ന് ജനിക്കാൻ ഇടയാകുന്നു. ഇങ്ങനെ സ്വകർമ്മഫലമായുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ അനുഭവിച്ച് ഘോരമായ സംസാര അടവിയിൽ വലയുന്നു. ഈ വനത്തിലെ 6 കള്ളന്മാർ എന്ന് പറയുന്നത് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങളാണ്. എങ്ങനെയാണ് ഈ 6 ഇന്ദ്രിയങ്ങൾ കാട്ടുകള്ളന്മാരെ പോലെ നമ്മളെ വീണ്ടും കൊള്ളയടിക്കുന്നത്? അതാണ് 2ാമത്തെ ശ്ലോകം. തത് യഥാ പുരുഷസ്യ ധനം യത് കിഞ്ചിത് ധർമ്മൗപയികം ബഹുകൃച്ഛ്രാധിഗതം സാക്ഷാത് പരമപുരുഷാരാധന ലക്ഷണോ യഹ അസൗ ധർമ്മഃ തം തു സാംപരായ ഉദാഹരന്തി തത് ധർമ്മ്യം ധനം
ദർശന സ്പർശന ശ്രവണ ആസ്വാദന അവഘ്രാണ സങ്കൽപ്പ വ്യവസായ ഗൃഹ ഗ്രാമ്യ ഉപഭോഗേന കുനാഥസ്യ അജിതാത്മനഃ യഥാ സാർത്ഥസ്യ തഥാ അജിതാത്മനോ വിലുംപന്തി. തത് യഥാ, അതെങ്ങനെയെന്നാൽ, അതായത് എന്തുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളാണ് കള്ളന്മാർ എന്ന് പറഞ്ഞത്? ബഹുകൃച്ഛ്രാധിഗതം, മനുഷ്യർ ഈ ലോകത്ത് ധനം സമ്പാദിക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ്. അങ്ങനെ കഷ്ടപ്പാടുകൾ കൊണ്ട് ബഹുകൃച്ഛ അധിഗതം നേടിയെടുത്ത പുരുഷസ്യ ധനം, അവന്റെ സമ്പത്ത് യത് കിഞ്ചിത്, എത്ര തന്നെയുള്ളതായാലും, അതായത് ചെറുതാകട്ടെ വലുതാകട്ടെ, സമ്പാദിക്കുന്നതിൽ ഒരു പങ്ക് അവനവന്റെ ആവശ്യങ്ങൾക്കെടുത്തിട്ട് മറ്റൊരു പങ്ക് ഈ ലോകത്തിന് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതാണ് ധർമ്മൗപയികം, ധർമ്മത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. എന്താണ് ഇവിടെ ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഹ അസൗ ധർമ്മഃ, ഈ ഒരു ധർമ്മം എന്നത് സാക്ഷാത് പരമപുരുഷാരാധന ലക്ഷണഃ, ആ സർവേശ്വരനെ ആരാധിക്കുക എന്നത് തന്നെയാകുന്നു. എന്ന് വെച്ചാൽ ഭണ്ഡാരത്തിൽ പൈസ ഇടുക എന്നതല്ല. ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും ഈശ്വരനായി കണ്ടുകൊണ്ട് ഉടുക്കാനില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തിട്ടും ഉണ്ണാനില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ലോകത്തിന് ഉപയോഗപ്പെടുത്താം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ധാർമ്മികമായിട്ട് നമ്മുടെ ധനം വിനിയോഗിച്ചാൽ മാത്രമാണ് അത് തംതു സാംപരായേ, പരലോകത്തെ സുഖകരമായ ജീവിതത്തിന് നമ്മെ സഹായിക്കുക. അതാണ് സാംപരായേ, പരലോകത്തിലേക്കുള്ളതാണെന്ന് ഉദാഹരന്തി, അറിവുള്ളവർ പറഞ്ഞു വരുന്നു. ഇനി പുണ്യം നേടി പരലോകത്ത് പോകാൻ ഭൂമിയിൽ വെച്ച് കിട്ടുന്ന ധനം കൊണ്ട് ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പരലോകത്ത് സുഖമായി ജീവിക്കാം. തുടർന്ന് അടുത്ത ജന്മം വരുമ്പോൾ ഇപ്പോൾ ഏത് നിലയിലായിരുന്നോ നമ്മൾ ജീവിച്ചിരുന്നത് അതിലും ഉയർന്ന സാമ്പത്തിക ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അവിടെ വെച്ച് കൂടുതൽ ദാനകർമ്മങ്ങൾ, ദാനധർമാദികൾ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കൂടുതൽ പുണ്യങ്ങൾ നേടുന്നു. കൂടുതൽ ഉയർച്ചയിലുള്ള ഐശ്വര്യത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് വീണ്ടും ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നു. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ ജീവിതം നോക്കി ജീവിതത്തിൽ ഗതി പിടിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നെടുവീർപ്പിട്ടിട്ടോ കാര്യമില്ല. അവർ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൽ വന്ന് കുറെ ആളുകൾ നരകിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെ ദാനം കൊടുക്കാൻ മാത്രം ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ എന്നാണെങ്കിൽ, ദാനം എന്ന് പറയുന്നത് പണം മാത്രമല്ല, നമ്മുടെ ഒരു സാമീപ്യം വലിയൊരു സന്തോഷമായി തീരുന്ന പല ആളുകളും ഈ ലോകത്തിലുണ്ട്. പണമുള്ളവർക്ക് ചിലപ്പോൾ പണമുണ്ട് എന്ന ഒരു ആശ്വാസമുണ്ടായിരിക്കും, പക്ഷെ അവരോടൊന്നും മിണ്ടാനും പറയാനും ആരുമില്ലായിരിക്കും. അങ്ങനെയുള്ളവരോട് എല്ലാ ദിവസവും അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും അവർക്ക് വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് അവരോട് രണ്ട് വർത്തമാനം പറയാൻ നിന്നാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അതിന് പണമൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം, ഇനി ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിനൊന്നും അവർക്കൊരു മുട്ടുമുണ്ടാവില്ല. അവർക്ക് വേണ്ടത് ആരെങ്കിലും ഒന്ന് വന്നിരുന്ന് കുറച്ചു നേരം സംസാരിക്കണമെന്നതായിരിക്കും അവരുടെ ഒരാഗ്രഹം. അതുകൊണ്ട് ദാനം ചെയ്യുക എന്ന് വെച്ചാൽ പണം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സമയം, സ്നേഹം, അറിവ് ഇതെല്ലാം ദാനമാണ്. എന്നാൽ ഇങ്ങനെ ധാർമ്മികമായി കൊടുക്കാത്ത തത് ധർമ്മ്യം അജിതാത്മനഃ ധനം, ധാർമ്മികമായിട്ട് തീരേണ്ട ആ അജ്ഞന്റെ സമ്പത്തിനെ ദർശന സ്പർശന ശ്രവണ ആസ്വാദനം. ഈ ലോകത്ത് സാധാരണ മനുഷ്യരൊക്കെ എങ്ങനെയാണ് പണം ചെലവാക്കുന്നത്? നല്ല സിനിമ കാണാൻ, നല്ല കാഴ്ചകൾ കാണാൻ,
അതാണ് ദർശനം, സ്പർശന സുഖത്തിനായിട്ട് അതിനുവേണ്ടി പണം ചെലവാക്കുന്നവരുണ്ട്. ശ്രവണാസ്വാദനം, നല്ല വലിയ ടിക്കറ്റ് വെച്ച പ്രോഗ്രാമൊക്കെ കണ്ട് അതിനുവേണ്ടി പൈസ ചെലവാക്കുന്നവരുണ്ട്. ചെറിയ പൈസയ്ക്ക് നമ്മുടെ നാടൻ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ ഭക്ഷണം അതിൻ്റെ ഇരട്ടി വില കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയി കഴിക്കാറുണ്ട്. ഇതൊക്കെ ഈ രീതിയിൽ നമ്മൾ പണം ചെലവാക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ധാർമ്മികമായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾക്കായി ചെലവാക്കാവുന്നതാണ്. ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ് നമ്മൾ നമ്മുടെ സ്വന്തം സ്വാർത്ഥപരമായ സുഖത്തിനു വേണ്ടി, അതാണ് ഗൃഹഗ്രാമ്യ ഉപഭോഗേന, ഗാർഹികങ്ങളായ കുത്സിത സുഖങ്ങളുടെ ഉപഭോഗം വഴിക്ക് ഇനി നാഥനില്ലാത്തത് കൊണ്ടാണ് നമ്മളെ കൊള്ളയടിക്കുന്നത് എന്ന് പറഞ്ഞു. 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ നാഥനായ മനസ്സും. അപ്പോൾ ആ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ്, മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ദ്രിയങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴി പലതും സമ്പാദിക്കുന്നത്. അതുകൊണ്ട് കുനാഥസ്യ, നല്ല നേതാവില്ലാത്ത, മനസ്സടക്കമില്ലാത്ത, അജിതാത്മനഃ, ആത്മാവിനെ ജയിക്കാൻ പറ്റാത്ത, മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ വണിക് സംഘത്തിൻ്റെ, സാർത്ഥസ്യ വർത്തക സംഘത്തിൻ്റെ സമ്പത്തിനെ എപ്രകാരമാണോ കള്ളന്മാർ കവർന്നെടുക്കുന്നത്. അപ്പോൾ ഒരു വണിക് സംഘത്തിന് നല്ലൊരു നേതാവുണ്ടായിരുന്നെങ്കിൽ അയാൾ അത്രയും ജാഗ്രതയോടെ തൻ്റെ അനുയായികളെയും നയിച്ചേനെ. പക്ഷേ ആ നേതാവിന് തന്നെ അച്ചടക്കമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. മനസ്സിനടക്കമില്ലാത്തത് കൊണ്ട് മനസ്സിങ്ങനെ അഴിച്ചു വിട്ടേക്കുകയാണ് ഇന്ദ്രിയങ്ങളെ. കണ്ണ് എന്തൊക്കെയോ പോയി കണ്ടിട്ട് മനസ്സിന് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതേപോലെ ചെവി, നാക്ക് എല്ലാം, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് വീഴുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമയമാകുന്ന ധനത്തെ ഈ ഇന്ദ്രിയങ്ങൾ കൊള്ളയടിക്കുകയാണ്. 3-ാമത്തെ ശ്ലോകം. അഥച യത്ര കൗട്ടുംബിക ദാര അപത്യാദയോ നാംനാ കർമ്മണ വൃകസൃഗാല ഏവ അനിച്ഛതഃ അപി കദര്യസ്യ കുടുംബിന ഉരണകവത് സംരക്ഷ്യമാണം മിഷതഃ അപി ഹരന്തി. അഥച യത്ര, ഇനി ഈ സംസാര അടവിയിൽ കൗട്ടുംബികാഹ, കുടുംബത്തോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരൊക്കെയാണ്. അതാണ് നാംന, പേരുകൊണ്ട് അവരെ ഭാര്യ എന്നും ധാര, അപത്യം, മക്കൾ എന്നും ഒക്കെയാണ് വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവരൊക്കെ കർമ്മണ, പ്രവൃത്തി കൊണ്ട് വൃക സൃഗാലാഹ ഏവ, ചെന്നായ്ക്കളും കുറുനരികളും തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഈ കുടുംബനാഥൻ ഒരു പക്ഷേ വളരെയധികം കരുതലോടുകൂടെ ധനം ആർജിക്കുകയും സമ്പാദിച്ച ധനത്തെ അധികം ചെലവ് വരാതെ സൂക്ഷിച്ചൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ആ ശ്രദ്ധയില്ലാത്ത ചില ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ എല്ലാ ഭാര്യമാരും എന്ന് വിചാരിക്കേണ്ടതില്ല. നേരെ തിരിച്ചുമുണ്ട്. ഭാര്യമാർ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ കുറിച്ചാണ്. അവരൊക്കെ ശരിക്കും ചെന്നായ്ക്കളും കുറുനരികളും ആണ്. അപ്പോൾ ആരാണോ കുടുംബം പോറ്റുന്നത് അവർ അനിച്ഛതഃ അപി, ഇവർക്ക് അനാവശ്യ ചെലവിന് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടെ ഈ കദര്യസ്യ, പിശുക്കനായ എന്നതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രമേ കുടുംബത്തിൻ്റെ ചെലവ് ഒരു മാസം തട്ടിമുട്ടി ഒപ്പിക്കാൻ പറ്റുകയുള്ളൂ. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ആ കദര്യസ്യ, പിശുക്കനായ അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് പണം ചെലവാക്കുന്ന കുടുംബിനഃ, കുടുംബിയുടെ ഉരണകവത് രക്ഷ്യമാണം, അയാൾ ഒരാട്ടിൻകുട്ടിയെ പോലെയാണ് ധനത്തെ ഇങ്ങനെ സമ്പാദിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ചു വരുന്നത്. പക്ഷേ അവൻ നിസ്സഹായനായി നോക്കി നിൽക്കേ മിഷതഃ അപി, അവൻ നോക്കി നിൽക്കുന്നുവെങ്കിലും
ഈ ഭാര്യയും മക്കളും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഭർത്താവും മക്കളും, അവരൊക്കെ അത് കൈയടക്കിക്കൊണ്ടുപോകുന്നു. അപ്പോൾ വീട്ടിൽ ആരാണോ ചിലവ് നോക്കുന്നത്, സമ്പാദിച്ചു കൊണ്ടുവന്ന് വളരെ ശ്രദ്ധയോടെ ചിലവിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്ക് അതിൻ്റെതായ രീതിയിൽ നോക്കുന്നത്, അത് പലപ്പോഴും മക്കൾക്കും അല്ലെങ്കിൽ പണം സമ്പാദിക്കാതെ ഇരിക്കുന്ന ഭർത്താവിനോ ഭാര്യയ്ക്കോ മനസ്സിലാവാറില്ല. അതുകൊണ്ട് തന്നെ അവർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടു പോകാറുണ്ട്. അതിനെയാണ് ആട്ടിൻകുട്ടിയെ പോലെ സംരക്ഷിച്ചു വരുന്ന ധനത്തെ ചെന്നായ്ക്കളും കുറുനരികളും ഒക്കെ ആയിട്ടുള്ള ഇവർ കട്ടുകൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എടുത്തുകൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. ഇനി മുള്ളുകൾ നിറഞ്ഞ കുറ്റിച്ചെടികൾ ഇവയൊക്കെ എന്താണ് എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാഹി അനുവത്സരം കൃഷ്യമാണം അപി അദഗ്ധ ബീജം ക്ഷേത്രം പുനരേവ അവപനകാലേ ഗുൽമ തൃണവീരുദ്ഭിഃ ഗഹ്വരം ഇവ ഭവതി ഏവമേവ ഗൃഹാശ്രമഃ കർമ്മക്ഷേത്രം യസ്മിൻ നഹി കർമാണി ഉത്സീദന്തി യത് അയം കാമകരണ്ഡ ഏഷ ആവസ്ഥഃ. യഥാഹി എപ്രകാരമാണോ അനുവത്സരം, എല്ലാ വർഷവും നമുക്കൊരു കൃഷിഭൂമി ഉണ്ടെങ്കിൽ അത് കൃഷ്യമാണം അപി ഉഴുതുമറിക്കപ്പെട്ടിരുന്നാലും ചെറുതായിട്ടൊന്ന് ശ്രദ്ധ തെറ്റുമ്പോഴേക്കും അദഗ്ധ ബീജം കളവിത്തുകൾ നശിക്കാതെ തന്നെ കിടക്കുന്ന ക്ഷേത്രം കൃഷിനിലം പുനഃ ഏവ ആവപനകാലേ വീണ്ടും വിതയ്ക്കുള്ള കാലം വരുമ്പോഴേക്കും അതിൽ ധാരാളം ഗുൽമ തൃണവീരുദ്ഭിഃ പൊന്തച്ചെടികളും പുല്ലുകളും മറ്റ് ചെടികളൊക്കെ ഇങ്ങനെ വളർന്നിട്ടുണ്ടാകും. അങ്ങനെ ഗഹ്വരം ഇവ ഭവതി കാട് കെട്ടിക്കിടക്കും പോലെ ആകുന്നു. ഓരോ വർഷം ഉഴുതുമറിച്ചാലും ഈ കൃഷിനിലം അടുത്ത വർഷം അതേ സമയമാകുമ്പോഴേക്കും അത് വീണ്ടും കാട് കെട്ടുന്നു, കളകളൊക്കെ നിറഞ്ഞിരിക്കും. ഏവമേവ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗൃഹാശ്രമഃ ഗൃഹസ്ഥാശ്രമം എന്ന കർമ്മക്ഷേത്രവും. ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ അതവിടെ തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും നിലയ്ക്കാത്ത കർമ്മഗതിയുടെ ഒരു ഒഴുക്കാണ് ഈ ഗൃഹസ്ഥാശ്രമത്തിൽ. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കുറച്ചു നാൾ ചെയ്യാതിരുന്നാൽ തന്നെ ആ കർമ്മങ്ങളൊക്കെ വേരുപിടിക്കുമെന്നാണ്. യസ്മിൻ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ വെച്ച് കർമാണി നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും സ്വാർത്ഥതയോടെ ചെയ്താൽ ന ഉത്സീദന്തിഹി തികച്ചും വേരറ്റു പോകയില്ല. എന്തുകൊണ്ടെന്നാൽ യത് യേഷഃ എന്തെന്നാൽ അയം ആവസ്ഥഃ ഈ ഗൃഹസ്ഥാശ്രമം എന്നത് കാമകരണ്ഡഃ കാമങ്ങളുടെ സൂക്ഷിപ്പ് ചെപ്പാകുന്നു. നമ്മൾ കർപ്പൂരച്ചെപ്പിൽ കുറേ നാൾ കർപ്പൂരം ഇട്ടുവെച്ച് ആ കർപ്പൂരമെല്ലാം എടുത്തു കഴിഞ്ഞാലും ഇനി കഴുകി വെച്ചാൽ പോലും അതിൻ്റെ വാസന വിട്ടു പോവുകയില്ല. ഇതുപോലെ കാമ്യകർമ്മങ്ങളുടെ പേടകമായിട്ടുള്ള ഗൃഹസ്ഥവൃത്തി എന്നത് ഒരിക്കലും നമ്മെ കർമ്മത്തിൽ നിന്ന് മുക്തരാക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, പക്ഷേ നിഷ്കാമമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അത് വേരറ്റു പോവുകയുള്ളൂ. നമ്മുടെ കർമ്മവാസനകൾ കണ്ടത്തിലെ കളവിത്ത് പോലെ യഥാസമയം തന്നെത്താൻ നാം വെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈച്ചകളുടെയും കൊതുകുകളുടെയും ഒക്കെ ദംശമേൽക്കും, കടിയേൽക്കും എന്നൊക്കെ പറയുന്നത് എന്താണ്? 5-ാമത്തെ ശ്ലോകം. തത്ര ഗതഃ ദംശമശക സമാപസദൈഹി മനുജൈഹി ശലഭശകുന്ത തസ്കര മൂഷകാദിഭിഃ ഉപരുധ്യമാന ബഹിപ്രാണഃ ക്വചിത് പരിവർത്തമാനഃ അസ്മിൻ അധ്വനി അവിദ്യാകാമകർമ്മഭിഃ ഉപരക്തമനസാ അനുപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നം ഇതി മിഥ്യാദൃഷ്ടിഃ അനുപശ്യതി. തത്ര ഗതഃ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ പെട്ടുപോകുന്നവൻ
ദംശ മശക സമാപസതൈഹി. ദംശം എന്നാൽ ഈച്ച, മശകം കൊതുക്. ഇവയെ പോലെ താണനിലവാരത്തിങ്കലുള്ളവരെങ്കിലും നമുക്ക് ദ്രോഹം ചെയ്യുന്ന, അതായത് നമ്മുടെ അത്രയും നിലവാരത്തിലിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല. ഈ ഈച്ചയും കൊതുകുമൊക്കെ ചെറിയ ജീവികളാണ്. എന്നാലും ചില സമയത്ത് അവയുണ്ടാക്കുന്ന ഉപദ്രവം വളരെ വലുതാണ്. ഇതേപോലെയാണ് ഒരു നിലവാരവും ഇല്ലാത്ത മനുഷ്യരാണെങ്കിലും അവർ ഉണ്ടാക്കുന്ന ഉപദ്രവം നമുക്ക് ജീവിതകാലം മുഴുവൻ അത് നാശത്തിനായിട്ടൊക്കെ ഭവിക്കാറുണ്ട്. ഇങ്ങനെ ഈ ഈച്ചയെയും കൊതുകിനെയും പോലെ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ ചെവിക്ക് ചുറ്റും ഇങ്ങനെ മൂളിപ്പറന്ന് അസ്വസ്ഥരാക്കുന്ന മനുജൈഹി, മനുഷ്യരാലും, ഇനി അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന ശലഭം, പാറ്റകൾ, ശകുന്തം, പക്ഷികൾ, തസ്കരം, കള്ളന്മാർ, തസ്കരഹ, കള്ളന്മാർ, മൂഷകാദിഭിഹി, എലികൾ മുതലായവയാലും, ഉപരുദ്ധ്യമാന ബഹിപ്രാണഹ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ടാണ് അവൻ ഈ കുടുംബജീവിതത്തിൽ ഇങ്ങനെ പോകുന്നത്. അതാണ് അസ്മിൻ അധ്വനി, ഈ സംസാരമാർഗത്തിൽ പരിവർത്തമാനഹ, വട്ടം കറങ്ങുന്നവനായിട്ട്, അവിദ്യാകർമ്മഭിഹി, അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാമം, കർമ്മം ഇവയോട് ഉപരക്ത മനസ്സ, പറ്റിച്ചേർന്നിരിക്കുന്ന മനസ്സുകൊണ്ട് എല്ലാ കഷ്ടതകളും അനുഭവിക്കുമ്പോഴും ഓരോ മനുഷ്യന്റെയും പ്രതീക്ഷ നാളെ എനിക്കൊരു നല്ല കാലം വരുമെന്നാണ്. അങ്ങനെ എപ്പോഴോ വന്നേക്കാം എന്ന് വെറുതെ വിചാരിക്കുന്ന ഗന്ധർവനഗരം, ഗന്ധർവനഗരം പോലെ ക്വചിത്, ഒരിക്കലും അനുപപന്നാർത്ഥം, സംഭവിക്കാൻ അവകാശമില്ലാത്ത നരലോകം, അതായത് പൂർണ്ണ സുഖം തരുന്ന ഒരു ജീവിത കാലഘട്ടം ഉണ്ടാകുമെന്ന് വെറുതെ സ്വപ്നം കാണുന്നു. ഇങ്ങനെ മർത്യലോകത്തെ ഉപപന്നം ഇതി, ഈ മർത്യലോകത്ത് നിന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നല്ല സുഖമായിട്ട് ജീവിക്കാം എന്ന് മിഥ്യാദൃഷ്ടി, മിഥ്യാബോധത്തോടെ അനുപശ്യതി, കണ്ടുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളായിരിക്കുമ്പോൾ വിചാരിക്കും വലുതാവുമ്പോഴാണ് രസമെന്ന്. പക്ഷെ വലുതാകുമ്പോൾ നേരെ കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം എന്ന് പറഞ്ഞ് എല്ലാവരും നടക്കുന്നത് കാണാം. അന്ന് അങ്ങനെയായിരുന്നു, അന്ന് എന്ത് രസമായിരുന്നു. എന്നാൽ അതായിരുന്നപ്പോൾ പൂർണ്ണമായും ആസ്വദിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലപ്പോഴും പരീക്ഷ തുടങ്ങിയ പേടികൾ, പിന്നെ അച്ഛനമ്മമാരുടെ ശിക്ഷണം, ഇതൊക്കെ പേടിച്ചുകൊണ്ടാണ് കുട്ടിക്കാലത്ത് വളരുന്നത്. അത് കഴിഞ്ഞ് കോളേജിലെത്തിയാൽ അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും അതെ, കുട്ടികൾക്കും അതെ, ഭാവി എന്താകും എന്നതിനെ കുറിച്ചൊരു ആശങ്കയുണ്ടാകും. എന്നാൽ പിന്നെ ജോലി കിട്ടിയാൽ സുഖമാകും എന്ന് വിചാരിക്കും. ജോലി കിട്ടിയാലാണ് അതിൻ്റെതായ പ്രശ്നങ്ങൾ മനസ്സിലാവുക. കല്യാണം കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. ഇതിനിടയിൽ വീണ് കിട്ടുന്ന സുഖങ്ങളെയാണ് നമ്മൾ ഗന്ധർവ നഗരം പോലെ സുഖമായിട്ട് കരുതുന്നത്. ഇനി എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്തൊക്കെ അത് ഒരു ഒറ്റപ്പെടൽ മാത്രമാണ്. അപ്പോഴേക്കും ആരോഗ്യത്തിനും പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ ഒരിക്കലും പൂർണ്ണമായി ഒരു ടെൻഷനുമില്ലാത്തൊരു ജീവിതം ഈ മനുഷ്യലോകത്ത് ലഭ്യമല്ല. എന്നിട്ടും എപ്പോഴോ അത് ലഭിക്കുമെന്ന മിഥ്യാധാരണയോടുകൂടെയാണ് ഓരോ മനുഷ്യനും ജീവിതം തള്ളി നീക്കുന്നത്. ഇത് അജ്ഞാനത്താലാണ്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകമേ മിഥ്യയാണ്. മിഥ്യയെന്നാൽ ഉണ്ടായി നശിക്കുന്നതാണ്, അല്ലെങ്കിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു സുഖം ലഭിക്കുകയേ ഇല്ല എന്ന യാഥാർത്ഥ്യം ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയോ അത് ആസ്വദിക്കാൻ പഠിക്കുക. ഇപ്പോൾ മക്കളൊക്കെ കൂടെയുണ്ടെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് അധികം ആശങ്കപ്പെടാതെ മക്കൾ കൂടെയുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുക. ആരോഗ്യമുള്ള ഈ സ്ഥിതി എപ്പോഴും ആസ്വദിക്കുക. കാരണം നാളെ ഇതുണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. കയ്യിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുക. കാരണം എല്ലായ്പ്പോഴും അത് സാധിക്കണമെന്നില്ല.
മക്കളും ബന്ധുക്കളും മാത്രം മതി എന്ന ആ ചിന്തയിൽ നിന്ന് പുറത്തു കടക്കണം. ചിലപ്പോൾ പെട്ടെന്നൊന്ന് വിളിച്ചാൽ ഓടി വരുന്നത് നാട്ടുകാരായിരിക്കും. അതുകൊണ്ട് ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഞാനിങ്ങനെ ജീവിച്ചോളാം എന്ന് ചിന്തിക്കാതെ മതിൽക്കെട്ടിന് പുറത്തേക്ക് നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടും ജീവിക്കണം. ഇടപെടുക എന്ന് വെച്ചാൽ അനാവശ്യമായി ഇടപെടുക എന്നല്ല, അവരുമായിട്ടൊക്കെ ഒരു ബന്ധം വെക്കണം. അതിനായിട്ട് നാട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കണം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.